2009 നവംബർ 7 ചെറിയനാട് തുരുത്തുമേൽ കാരണവേഴ്സ് വില്ലയിൽ ഭാസ്കര കാരണവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. മോഷണശ്രമത്തിനിടെ നടന്ന കൊലപാതകം. ഒറ്റ നോട്ടത്തിൽ പോലീസിനെ വഴിതെറ്റിക്കുന്ന സാഹചര്യ തെളിവുകൾ. വീടിന് മുകൾ നിലയിൽ ഒരു സ്ലൈഡിംഗ് ജനാലയുണ്ട്. അതുവഴി പുറത്തുനിന്നൊരാൾക്ക് എളുപ്പമകത്ത് പ്രവേശിക്കാം. ചോദ്യം ചെയ്യലിനിടെ ഭാസ്കര കാരണവരുടെ മരുമകൾ ഷെറിൻ പറഞ്ഞ ഈ ഒരൊറ്റ വാചകത്തിലാണ് പോലീസ് വഴിമാറി ചിന്തിക്കുന്നത്. പുറത്തുനിന്നൊരു ഏണിയുടെ സഹായമില്ലാതെ അകത്ത് കടക്കാനാകില്ല. ഭാസ്കര കാരണവർ വളർത്തിയ 2 നായകളും ഒരന്യനെ കണ്ടെന്നോണം അന്ന് രാത്രി കുരച്ചില്ല. മോഷ്ടാക്കൾക്ക് സഹായം കിട്ടിയത് വീട്ടിൽ നിന്ന് തന്നെ പോലീസ് ഉറപ്പിച്ചു. ഷെറിന്റെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിച്ചു. ഒറ്റ നമ്പറിലേക്ക് 55 കോളുകൾ. ബാസിത്ത് വീട്ടിലെ അലമാരയിൽ കണ്ട തള്ളവിരൽപ്പാടിന്റെ ഉടമ, കേസിലെ 2ാം പ്രതി. ബാസിത്തിന്റെ കൂട്ടാളികൾ നിധിൻ, ഷാനു, റഷീദ് തുടങ്ങിയവരും പ്രതിപ്പട്ടികയിൽ. കാരണവരുടെ സ്വത്തിൽ ഷെറിനുള്ള ധനനിശ്ചയാധാരം റദ്ദു ചെയ്തതും ബാസിത്തിനൊപ്പം പുതിയ ജീവിതം തുടങ്ങാനുമുള്ള പ്ലാനുമാണ് കൊലയ്ക്ക് പിന്നിൽ. യഥാർത്ഥ കഥ തുടങ്ങുന്നത് 2001 മെയ് 21-നാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു ഷെറിൻ. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന മകൻ വിനു പീറ്ററിന്റെ വധുവായി ഭാസ്കര കാരണവർ ഷെറിനെ കണ്ടെത്തുന്നു. വിവാഹശേഷം കുടുംബം അമേരിക്കയിലേക്ക് മാറി. ഒരു മോഷണക്കേസിൽ ഷെറിൻ പിടിക്കപ്പെട്ടതോടെ തിരികെ നാടുകയറേണ്ടി വന്നു. ഒപ്പം ഒരു കൈക്കുഞ്ഞു. 2007 ഭാര്യയുടെ മരണശേഷം ഭാസ്കര കാരണവരും നാട്ടിലെത്തി. മരുമകൾക്ക് മറ്റു പലരുമായി ബന്ധമുണ്ടെന്ന് കാരണവർ മനസ്സിലാക്കി. ഷെറിന്റെ സുഹൃത്തുക്കൾ കാരണവേഴ്സ് വിലയിൽ കയറിയിറങ്ങി. കാരണവരുടെ എതിർപ്പുകൾ ഷെറിനെ ചൊടിപ്പിച്ചു. സമ്പത്തും തനിക്ക് കിട്ടില്ലെന്നുറപ്പായതിനു പിന്നാലെയായിരുന്നു കൊലപാതകം. ഷെറിന്റെ ഭർത്താവ് വിനു പീറ്റർ കാരണവരും മകനും പിന്നീട് സഹോദരനൊപ്പം അമേരിക്കയിലേക്ക് പോയി. കൊല നടന്ന് 7ാം മാസം കോടതി ശിക്ഷ വിധിച്ച അപൂർവങ്ങളിൽ അപൂർവമായ കേസിൽ 14 വർഷം തടവനുഭവിച്ചാണ് ഷെറിന്റെ മോചനം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.